സമ. ബ്രഹ്മത്തിന് രണ്ട് ശക്തികളുണ്ട്, അന്യസമ. അതിൽ സമയെ ആശ്രയിച്ചുകൊണ്ട് ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. ഇപ്പൊ വീടിനോട് കടുത്ത ബന്ധം, അത് വീടിന്റെ ഓർമ്മ വരുമ്പോ ഇത് ബ്രഹ്മമെന്ന് ഓർമ്മിക്കൂ. വീട് നിജസ്മൃതി, ആത്മാവാണ് വീട് എന്ന് ഓർമ്മിക്കണം. ഇത് ബ്രഹ്മം. ഇത് ഓർമ്മിച്ചാൽ പലർക്കും പെട്ടെന്ന് സംശയം, അപ്പൊ വീട് ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ചാൽ പെയിന്റ് അടിക്കാൻ പറ്റുമോ സാർ? എന്താ പറ്റാത്തത്? അത്ഭുതമാണ്. എന്താ ബ്രഹ്മമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പെയിന്റ് അടിച്ചാൽ ഇന്നടിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ആ പെയിന്റിന് ഭംഗി കൂടും. പിന്നെ നമ്മുടെ മനസ്സിനോ അതിരറ്റ ആശ്വാസം, അതിരറ്റ ആശ്വാസം. ആരോടും ഒരിടത്തും വഴക്കില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്നു. പക്ഷെ ഒരിടത്തും ക്ഷോഭിച്ചിളകി കോലാഹലം ഉണ്ടാക്കിയിട്ടല്ല. ക്ഷോഭിച്ചിളകിയാൽ ഉള്ളതും കൂടെ ഇല്ലാതാവും. അപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാലോ സാർ? അവരെ പള്ളിക്കൂടത്തിൽ അയക്കാനൊക്കോ? എന്താ ചോദ്യം ഇത്? ആ സംഘബദ്ധത കൊണ്ട് എല്ലാം മറന്നുപോകുന്നു. കൃഷ്ണൻ ജനിച്ചു വീണുടൻ അമ്മയോടും അച്ഛനോടും പറയുന്നത്, നിങ്ങളെന്നെ പുത്രനായി കരുതും മോഹം. വസുദേവനോടും ദേവകിയോടും പറയുകയാണ്, പക്ഷേ കൂടെ കൂടെയെങ്കിലും ഞാൻ ബ്രഹ്മമാണെന്നുകൂടി ഓർമ്മിക്കൂ. ഓർമ്മിച്ചാൽ നിങ്ങളും ഞാനും രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ദുഃഖത്തിൽ കിടന്നുഴലേണ്ടി വരും.